അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ നമ്മുടെ വൈറ്റ് കാസ്റ്റിംഗ് റീലിൽ നൂല് കയറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റ് കാസ്റ്റിംഗ് റീലിൽ എങ്ങനെയാണ് നൂല് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വൈറ്റ് കാസ്റ്റിംഗ് റീൽ എന്ന് പറയുമ്പോൾ ലുക്കാനയുടെ ടൊർണാഡോ എന്ന് പറയുന്ന മോഡല്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. ഇത് നമ്മുടെ ഷിമാനോയുടെ FX എന്ന് പറഞ്ഞ റീലായിരുന്നു. FX AX. ഇതിൻ്റെ ലോക്കൊക്കെ ഇപ്പോൾ പോയി. ഈ റീല് ഫുള്ളൊന്ന് ശോകമായിപ്പോയി. അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ട സമയത്ത് അടിപൊളിയായിരുന്നു. ഇതിപ്പം മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 8 വർഷത്തിന് മേളിൽ പഴക്കമായെന്ന് തോന്നുന്നു. നല്ല റീലായിരുന്നു. എൻ്റെ ഫസ്റ്റ് റീലാണിത്, ഷിമാനോയുടെ. ഇതിൻ്റെ തന്നെ സ്റ്റിക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ നൂല് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിലേക്ക് മാറ്റി ചുറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനായിട്ടേ നമുക്ക് ഇതിലേക്ക് നൂല് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡാണ്. അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മേടിച്ച സമയത്ത് ഇങ്ങനെ കറക്കുവാണെങ്കിൽ ഒരു 3 റോള് കറങ്ങുമായിരുന്നു. പക്ഷേ ഇതത്ര ഇല്ല ഇപ്പം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ സംഭവം സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ റീലിൻ്റെ ഈ ഭാഗം കണ്ട റൈറ്റ് സൈഡിൽ ഇത് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കണ്ട ഓപ്പൺ. ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലത്തെ സാധനമുണ്ട്. കളറിലെ ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് താഴത്തേക്കൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് നേരെ ഇത് നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കുക. കണ്ട പതുക്കെ വലിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റ്. പിന്നെ അകത്തൊരു ബെയറിങ് എന്തോ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ നൂല് ചുറ്റുന്ന സ്പൂള്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആധികാരികമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നൂലെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോള് കണ്ട ഇതുവഴി വേണം നമ്മൾ നൂല് നേരെ എടുത്തിടാൻ. നമ്മളത് ഈ ഹോളിൽ കൂടെ അകത്തേക്ക് കയറ്റണം. ഇത് കണ്ട് നൂല് നേരെ വലിച്ച് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഈ ഹോളിൽ കൂടെ തന്നെ നേരെ പുറത്തേക്കിടണം. ഇതുപോലെ, അതായത് ജസ്റ്റ് നൂല് വലിച്ച് ഇങ്ങനെ നേരെ വലിച്ച് പുറത്തേക്കിടണം. ഇതുവഴി ഇത് കണ്ട നൂല് വന്നേക്കുന്ന ഇതുവഴി കയറ്റി നേരെ ഇതുവഴി എടുക്കുക. അപ്പോൾ കറക്റ്റ് കാണിച്ചു തരാനായിട്ട് ഞാനിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ സംഭവം സെൻറ്ററിലേക്ക് വരും. ഇതിപ്പോൾ സെൻറ്ററിൽ വന്നു. അതായത് ഇത്ര ഉള്ള സംഭവം കണ്ട. ഈ നൂല് നമ്മൾ വലിച്ച് ഇതുവഴി നേരെ പുറത്തേക്ക് ഇട്ട് ഇതിവിടെ വെക്കുക. എന്നിട്ട് ഈ സ്പൂളിനകത്തോട്ട് നൂല് ജസ്റ്റ് ഞാനിത് ഇവിടെ കണ്ട ഇത് ഇങ്ങനെ ഒന്ന് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഇതിങ്ങനെ ടൈറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ടൊരു 1 2 അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു 2-3 ചുറ്റി ഇങ്ങനെ ചുറ്റിയിട്ടിട്ട് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഉണ്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഈ ഭാഗമില്ലേ, 2 വശമുണ്ട്. ഇത് ഈ ബെയറിംഗ് ഉള്ള ഭാഗം അത് നമ്മുടെ റീലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നൂല് ഇതൊന്ന് ബാക്കി കിടക്കുന്ന നൂലൊന്ന് വലിച്ചൊന്ന് ഫില്ല് ചെയ്യണം. എന്നിട്ട് നേരെ ഈ സംഭവം അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നൂലെപ്പോഴും കണ്ട ഇടക്കൊന്നും ഇതേപോലെ കുരുങ്ങാതെ നോക്കണം. ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുവാണെങ്കിൽ ഇതുവഴി നേരെ ഇങ്ങോട്ട് വരും. കണ്ട നൂല് നമ്മൾ സെറ്റ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഈ ലോക്ക് ഇതിങ്ങനെ സൈഡ് തിരിച്ച് പിടിക്കുക. കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുമ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ടത് കിടന്നോളും. വേണ്ട നേരെ കറക്റ്റ് സീറ്റായതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇച്ചിരൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റായിക്കോളും. നേരെ ഈ ലോക്ക് മേപ്പോട്ട് ഇട്ടാൽ മതി.
അപ്പോഴത്തേക്ക് ഇത് കണ്ടോ സെറ്റായി സംഭവം. അതിനുശേഷം നൂല് നമ്മളിനി ചുറ്റണം. ചുറ്റുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇച്ചിരി ടൈറ്റായിട്ട് ചുറ്റണം. ഓവർ ടൈറ്റ് ആക്കണ്ട, ഒരു മീഡിയത്തിൽ ടൈറ്റായിട്ട് ചുറ്റിയാൽ മതി. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ പിടിച്ച് ഇങ്ങനെ ചുറ്റുക. ഇത് കണ്ടോ, ഇതിങ്ങനെ ചുറ്റി ഇത് ഫില്ല് ചെയ്യുക. ഇത് നേരെ ചുറ്റി ഫില്ല് ചെയ്യുക. ഇത്രയുള്ള സംഭവം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബൈറ്റ് കാസ്റ്റിംഗ് റീലിൽ നൂല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും സമയത്ത്, അതായത് ബൈറ്റ് കാസ്റ്റിംഗ് റീല് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരായാലും എന്തായാലും ബാക്ക്ലാഷ് വരും, അടവടല ഉരുങ്ങും, ദേഷ്യം വന്ന്, വിഷമം വന്ന്, സങ്കടം വന്ന് ഇത് മൊത്തം വലിച്ചു വരച്ച് കളയും. എന്നിട്ട് പുതിയ നൂലും മേടിക്കും. ഇതൊക്കെ കൺഫേം നടക്കുന്ന കാര്യമാണ്. പുതിയ നൂലും മേടിച്ചിട്ട് ഇതേപോലെ സാധനവും തുറന്ന് നൂല് കയറ്റാനുള്ള ശ്രമവും നടത്തും. പിന്നെ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഉപയോഗിക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. ഇനി നേരെ നൂല് ചുറ്റി ഫില്ല് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പോഴത്തേക്ക് നൂലിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടോ. ഇതിപ്പോൾ എന്തോ ചെറിയ സൗണ്ടൊക്കെ ഈ റീലിനകത്ത് കേൾക്കുന്നുണ്ട്. എന്ത് പറ്റിയതാണ് എന്ത്, കുറേ നാളായി ഞാനിത് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ബൈറ്റ് കാസ്റ്റിംഗ് റീലിൽ നൂല് സെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിലത് ചുറ്റിപ്പിടിച്ചൊക്കെ വെച്ചേക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് ഊരിയെടുക്കണം. ഓക്കെ, ഇത് കണ്ട നമ്മൾ നൂല് ചുറ്റിയെടുത്ത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വിട്ടുപോയ സാരമൊന്നുമില്ല. നേരെ ഇവിടുന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും കാസ്റ്റിങ്ങിന് പോകുമ്പോൾ ഇത് ഈ ലോക്ക് നെക്കി പിടിക്കുക, ഇച്ചിരി ലൂസ് ചെയ്യുക, ലോക്ക് നേരെ തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ നൂല് നമ്മൾ കുരുങ്ങിപ്പോവും. എന്നിട്ട് നേരെ ഈ ഹോളിലേക്ക് നൂല് കയറ്റി, ഇത് കണ്ടോ, ഈ ഹോളിലേക്ക് ഇങ്ങനെ നൂല് കയറ്റി ഇതുവഴി നേരെ വലിച്ചെടുത്തിട്ട് സ്റ്റിക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇത്ര ഉള്ള സംഭവം. അപ്പോൾ ശരി, നമുക്ക് ഇനി പുതിയൊരു സംഭവമൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.